ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ പോയത് വർക്ക് ഏരിയയിലേക്കാട്ടോ. അപ്പോൾ ഇന്നലെ കഴുകി കമഴ്ത്തി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കബോർഡിനുള്ളിലേക്ക് മാറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യുക. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇതുപോലെ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ കമഴ്ത്തി വെക്കും കേട്ടോ. അതാകുമ്പോൾ അടുപ്പിൻ്റെ ചൂട് കാരണം പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ കബോർഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അല്ലാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആയിട്ട് ആകെ മുഷിഞ്ഞ് വൃത്തികേടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രമൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഇതിങ്ങനെ എടുത്ത് വെക്കുക. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കാമെന്ന്. പൊന്നൂന് ദോശ തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന ദിവസം ഇവിടെ ഒരു യുദ്ധം തന്നെ നടക്കും. അവളെ ചായ കുടിപ്പിക്കാനായിട്ട്. പിന്നെ അവൾക്ക് ചെറുപയർ കറി ഇഷ്ടമാണ്. അതുകൊണ്ട് ദോശയുടെ കൂടെ ചെറുപയർ കറിയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ സജീവേട്ടനും കണ്ണനും ദോശ നല്ല ഇഷ്ടമാണ്. അവർക്ക് അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. കണ്ണൻ എന്ത് കിട്ടിയാലും കഴിച്ചോളൂ കേട്ടോ. അവളെ കൊണ്ട് എനിക്ക് തീരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അവൾ എന്ത് കിട്ടിയാലും അവൾ എന്നെ പോലെയാണെന്ന് തോന്നുന്നു. എനിക്കും അതുപോലെ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ ഒരു സാധനം ഇഷ്ടമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കും ഇല്ല, അതുപോലെ കണ്ണനും ഇല്ല കേട്ടോ. സജീവേട്ടനും അതുപോലെ എന്ത് കിട്ടിയാലും കഴിച്ചോളും. ദോശയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാനിന്ന് ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കഴിച്ചോളും. അങ്ങനെ ദോശയൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ വേഗം ഫ്രിഡ്ജിൽ സജിയേട്ടൻ ഇന്നലെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം പൊതിരാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേന് അതൊക്കെ വൃത്തിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് കണ്ണനെ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ കണ്ണനെ എഴുന്നേറ്റ് പിന്നെ ആളെ ബ്രഷൊക്കെ ചെയ്യിച്ച് പിന്നെ കഥയൊക്കെ പറഞ്ഞിട്ട് വേണം കേട്ടോ ചായ കൊടുക്കാനായിട്ട്. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് അതിന് ശേഷം ഞാനും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കണ്ണനെ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ആദ്യമൊന്നും തീരെ ഭക്ഷണം കഴിക്കില്ലായിരുന്നു കേട്ടോ. അവൾ തന്നെ വാരി കഴിക്കുന്നത് മാത്രമേ അവളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം അത്രയല്ലേ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വെറുതെ ഇങ്ങനെ ഫോണൊക്കെ കാണിച്ചിട്ട് അവൾക്ക് വാരി കൊടുക്കും കേട്ടോ. ആ സമയത്ത് അവൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോഴാട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സമാധാനമായത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫോണ് കാണുന്നത് കുറച്ചിട്ട് എന്തെങ്കിലും കഥയൊക്കെ പറയാമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് ഫോണ് കാണിച്ചിട്ട് കൊടുക്കും. അതുപോലെ ഇടയ്ക്ക് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ആട്ടോ ഞാൻ ചായയും ദോശയൊക്കെ അവളെ കൊണ്ട് കഴിപ്പിക്കുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് മീൻ ഏകദേശം മരവിപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മീനൊക്കെ മുറിച്ച് ഇന്ന് അയിലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ കോവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അയിലക്കറിയും അതുപോലെ കോവയ്ക്കയും വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അരപ്പൊക്കെ അരച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വേഗം അരച്ച് കറി വെച്ചു. അതുപോലെ തന്നെ മീൻ വറക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതിന് ശേഷം കോവയ്ക്ക ഉണ്ടായിരുന്നു കുറച്ച്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൾ തന്നതാട്ടോ. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് അത് മാറ്റി മറിച്ച് അത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ നിമ്മീൻ്റെ അടുത്തും കൊടുത്തു. പിന്നെ അവളുടെ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ പുറത്ത് അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുത്ത് ഇങ്ങനെ തീർക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയപ്പോൾ എനിക്കും കൂടെ തന്നു കേട്ടോ. അപ്പോൾ അത് ഇത്രയും ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത് തീർന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയാവാനായപ്പോഴത്തേന് ബിന്ദു ചേച്ചിയൊക്കെ വന്നു. അപ്പോൾ നിമ്മീൻ്റെ അടുത്താട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടം വരെ പോയേക്കാന്ന് വിചാരിച്ചിട്ട് അവരെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടാണ്. അപ്പോൾ ബിന്ദു ചേച്ചി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് പുതുതായിട്ട് വീട് കിട്ടുന്നതാണ് കേട്ടോ. ഇന്ന് അവരുടെ ലിൻഡിൽ വാർപ്പാട്ടോ, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവർ അവരുടെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷമൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കവിളിലൂടെ ശൂലമൊക്കെ കയറ്റിയിട്ട് പിന്നെ തേര് വലിക്കുന്ന കാര്യം അങ്ങനെ അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണല്ലോ. അപ്പോൾ അതൊക്കെ വിശേഷം ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. പിന്നെ അവർ വരുമ്പോൾ കണ്ണൻ്റെ 2 ഉടുപ്പും കൂടെ
കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇതാട്ടോ ഇപ്പോൾ കണ്ണനിട്ട ഒരു ഉടുപ്പാണ് അവർ കൊണ്ടുവന്നത്. പിന്നെ വേറൊരു വയലറ്റ് കളറും കൂടെ. എനിക്ക് വയലറ്റ് ആട്ടോ കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ അത് ഇങ്ങനെ കൈയില്ലാത്തൊരു ഡ്രസ്സായിരുന്നു. പിന്നെ അത് മാത്രമല്ല പിന്നെ എന്തൊക്കെയോ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇത് കണ്ണനിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാരാ കണ്ണ കൊണ്ട് തന്നെ? ഇതാരാ തന്നേ? അമ്മക്ക് തരുവാ? മാവക്ക് വേണ്ട? മാവക്ക് വേണ്ട? ഇങ്ങെടുക്ക് കുപ്പായം ഇങ്ങെടുക്ക് ഇങ്ങോട്ടാ. ഓക്കെ സൂപ്പറാ. അങ്ങനെ വാർപ്പായതുകൊണ്ട് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. അത് കണ്ണനും പൊന്നൂനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരത് കഴിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണന് ദേഷ്യം വരും പൊന്നൂൻ്റെ അടുത്ത് ഇതുപോലെ പിടിച്ച് വെച്ച് ഇങ്ങനെ ഉപദ്രവിക്കുമ്പം. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവൾ ഉറങ്ങി. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുണ്ട് എഴുന്നേറ്റ് വരുന്നത്. അമ്മേൻ്റെ കുഞ്ഞുവാവേ എണീറ്റ് വരുന്നുണ്ടോ? എന്നാ അറിയിപ്പോ മഴ പെയ്ത് അമ്മ ഇനി നോക്കിയ മഴ പെയ്യുന്ന അങ്ങനെ മഴ പെയ്തപ്പോഴത്തേനും പൊന്നു വേഴാമ്പലിനെ പോലെ ആയിട്ടോ. അപ്പോൾ അവളെപ്പോഴും പറയായിരുന്നു ഒരു ദിവസം മഴയത്ത് ഇതുപോലെ കളിക്കണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യത്തെ മഴയൊക്കെ ആയതുകൊണ്ട് ആദ്യം ഒന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മ അന്ന് പറഞ്ഞതല്ലേ എന്നെ ഒന്ന് കളിക്കാൻ വിടുമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ നേരം മഴയത്ത് കളിച്ചതിന് ശേഷം അവൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊന്നൂന് വേറൊരാഗ്രഹം മഴയത്ത് ചായയൊക്കെ കുടിക്കണമെന്ന്. അതുപോലെ ബിന്ദു വെച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എണ്ണയിൽ വറുത്ത് എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ഉണ്ടാക്കിത്താന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ചായയൊക്കെ വെച്ചു. പിന്നെ നല്ല മഴ പെയ്യുമ്പം ഇങ്ങനെ ചായയൊക്കെ കുടിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചുട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സജീവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മഴ പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പൊന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് ചായയൊക്കെ കുടിക്കാമെന്ന്. അവൾക്ക് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.